ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതിയ എപ്പിസോഡില് രാധിക പറയും, എന്റെ ചോരയെ എപ്പോഴും മുത്തശ്ശി അപമാനിക്കാറില്ലേ, ആ ചോര കൊണ്ട് തന്നെ ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരാൾ എനിക്ക് രക്ഷിക്കാൻ പറ്റി. എന്നെ അറിയില്ലെങ്കിലും ആ അമ്മയുടെ അനുഗ്രഹം എനിക്ക് കിട്ടും. അച്ഛൻ ഭഗവാനോട് പ്രാർത്ഥിക്കണേ, ആ അമ്മയ്ക്കൊന്നും സംഭവിക്കരുതെന്ന്. എത്രയും പെട്ടെന്ന് ആ അമ്മ കണ്ണു തുറക്കണേന്ന്. അപ്പൊ തിരുമേനി അതിനിങ്ങനെ തലയാട്ടാണ്. അങ്ങനെ എല്ലാരും ഇപ്പോ നല്ല സന്തോഷത്തിലാ. ഇതേ സമയം തന്നെ ശ്യാമ പതിയെ കണ്ണു തുറക്കുക. അശ്വതിക്ക് സന്തോഷാവും. ഈശ്വര, ശ്യാമയ്ക്കാണെങ്കില് നല്ല പെയിൻ ഉണ്ട്. അങ്ങനെ ഡോക്ടറും ശ്യാമ ഹോസ്പിറ്റലിലാണ്. മാഡം ഇവിടെ വരുമ്പോ കണ്ടീഷൻസ് കുറച്ച് മോശമായിരുന്നു. അറിയോ ഓക്കെ നോ? ശ്യാമ പറയും കുഴപ്പമില്ല. അശ്വതി പറയും, ശ്യാമേ ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. വിവരം അറിയിക്കാൻ വേണ്ടി ഐശ്വര്യനെയും മാലിനിയെയും വിളിച്ചിട്ട് കിട്ടിയതുമില്ല. ശ്യാമ അശ്വതിയുടെ കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഡോക്ടറോട് ചോദിക്കും, ഞാനിവിടെ കിടക്കേണ്ടി വരുമോ? ഡോക്ടർ പറയും, ഒരുപാട് ദിവസം ഒന്നും വേണ്ടി വരില്ല. തലയിലെ മുറിവൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നാളെ വരെ നോക്കാം. കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഡിസ്ചാർജിനെ കുറിച്ച് ചിന്തിക്കാം. ശ്യാമ ഇങ്ങനെ ഓക്കെ എന്ന് പറയാ. ഡോക്ടർ പറയും, ബ്ലഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി, പക്ഷേ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മിറാക്കിൾ. മാഡത്തിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. ഇവിടെ ചികിത്സയ്ക്ക് വന്ന ഒരു കുട്ടിയാണ് മാഡത്തിന് ബ്ലഡ് നൽകിയത്, അതും മാഡത്തിന്റെ അതേ ചായയുള്ളൊരു കുട്ടി. ഇത് കേൾക്കുമ്പോ ശ്യാമ ഞെട്ടുക. ശ്യാമ അശ്വതിയുടെ കൈ പിടിക്കുക. ചേച്ചി അത്. അശ്വതി പറയും, 1 മിനിറ്റ് ശ്യാമ എന്ന് പറഞ്ഞ് ശ്യാമ ഇങ്ങനെ കരുതലോട് കൂടി തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോഴേക്കൊരു നേഴ്സ് വന്ന് ഡോക്ടർ വിളിക്കുമ്പോ ഡോക്ടർ അവിടുന്ന് പോവാം. ചേച്ചി, ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ? അതെ ശ്യാമേ, നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ആ കുട്ടി തന്നെ എവിടെ വന്നത്. ആ കുട്ടിയുടെ രക്ത ഇപ്പോ നിന്റെ ശരീരത്തിലൂടെ ഓടുന്നത്. ശ്യാമ പറയും, എന്റെ കൃഷ്ണ, എനിക്ക് ഉറപ്പായി അതെന്റെ മോള് തന്നെയാ. എത്ര ദൂരെയാണെങ്കിലും രക്തത്തെ തിരിച്ചറിയുന്നു പറഞ്ഞിട്ട് അവളുടെ രക്തം എനിക്ക് പകർന്നു തന്ന അവസ്ഥയായല്ലോ. എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ കരയുമ്പോ അശ്വതി പറയും, നമുക്ക് മുന്നിൽ ഇപ്പൊ ഒരു മാർഗം. ശ്യാമയ്ക്കും എന്ത് മാർഗ? അശ്വതി പറയും, ആ കുട്ടി ഹോസ്പിറ്റലിൽ വന്നത് നമ്മുടെ സിനിമാ നടി വിനയ് പ്രസാദ് മാഡം ഇല്ലേ, അവരുടെ കൂടെയാ. വിനയ് പ്രസാദിന്റെ അനുജത്തിയാണ് ആ കുട്ടിയെന്നാ പറഞ്ഞത്. ശ്യാമയ്ക്കും, എന്നിട്ട് ചേച്ചി വിനയ് പ്രസാദ് മാഡത്തിനെ വിളിച്ചു നോക്കിയില്ലേ? ഇല്ല ശ്യാമേ, ഞാൻ ശ്യാമയുടെ കാര്യത്തില് ടെൻഷനിലായിരുന്നു. ശ്യാമയ്ക്ക് വിനയ് പ്രസാദ് മാഡത്തെ പരിചയമുണ്ടോ? ശ്യാമയ്ക്ക് നല്ല വേദനയുണ്ട്, എങ്കിലും പറയണ് 1-2 ഫംഗ്ഷനിൽ വെച്ച് ഞാൻ വിനയ് പ്രസാദ് മാഡത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അശ്വതി പറയും, എങ്കിൽ ശ്യാമ വിളിച്ചാ മതി. നമ്മൾ മോളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു ശ്യാമേ. ശ്യാമ പറയും, ചേച്ചി എത്രയും പെട്ടെന്ന് വിനയ മാഡത്തിന്റെ നമ്പർ സംഘടിപ്പിക്കണം, ഞാൻ സംസാരിച്ചോളാം. അല്ല, വിനയ മാഡത്തിന്റെ അനുജത്തി എന്നല്ലേ പറഞ്ഞത്? അശ്വതി പറയും, എങ്ങനെയുള്ള ബന്ധാണെന്ന് നമുക്കറിയില്ലല്ലോ ശ്യാമേ, നമുക്ക് നോക്കാം. താനൊന്ന് സമാധാനിക്കേ, ഞാൻ ഇപ്പൊ തന്നെ നമ്പർ സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അശ്വതി എവിടുന്ന് പോവാ. ശ്യാമ ഇപ്പോ പാതി ആശ്വാസത്തിലാ. ഭഗവാനെ, അത് തന്നെ ആയിരിക്കണേ എന്റെ മോള്, എനിക്ക് എന്റെ മോള് തന്നേക്കണേ എന്നൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കയിൽ വെച്ച് മനോഹരിക്ക് പ്രാർത്ഥിക്കാണ് ശ്യാമ. ശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്താണ്. അവിടെ പ്രിയങ്കയ്ക്ക് ഒരു കോള് വന്നിരിക്കുക. ശരത്താണ്. പ്രിയങ്ക പേടിച്ചുകൊണ്ടാ കോൾ എടുക്കുന്നത്. ശരത്ത് പറയും, പ്രിയങ്ക, ഒരു ഗോൾഡൻ ചാൻസ് വന്നിട്ടുണ്ട്. എന്താ ശരത്തെ? ശരത്ത് പറയും, ഒരു പ്രൊജക്ട് ആണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഹരിശങ്കറിന്റെ പടത്തില്. സ്ക്രിപ്റ്റ് ഒക്കെ ഓക്കെയാണ്, ഹരീന്ദ്രൻ സാറിന്റെ ഡേറ്റും ഓക്കെ. പക്ഷേ പെട്ടെന്ന് പ്രൊഡ്യൂസർക്ക് ഒരു ചേഞ്ച് വന്നു. ഇങ്ങനൊരു പ്രൊജക്ട് ആയതുകൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. പടം നമുക്ക് വരുണിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ? നമ്മുടെ കണ്ടീഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹീറോയിനായിട്ട് പ്രിയങ്ക ആയിരിക്കും. അത് പിന്നെ ശരത്ത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ ശരത്ത് പറയും, എടോ, പണം കൊട്ടയിലാക്കി ഹരിശങ്കറിന്റെ പിന്നാലെ നടന്നാ പോരും, അടുത്ത 5 വർഷത്തേക്ക് ഡേറ്റ് കിട്ടില്ല. ഇതിപ്പോ ഒരു ലക്കാണ്. വരുൺ ഇൻഡസ്ട്രിയിലേക്ക് വരണമെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു അവസരമില്ല തനിക്കും. അപ്പൊ പ്രിയങ്ക പറയും, ശരത്ത് പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ വരുൺ എന്നോട് താല്പര്യം കാണിച്ചു തുടങ്ങിയാലല്ലേ എനിക്ക് ഇതേക്കുറിച്ചൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റൂ എന്നിങ്ങനെ സംസാരിക്കുന്നത് അവിടെ കൽപ്പന കേൾക്കണേ. സെൽഫി എന്തോ എടുക്കാൻ വരുമ്പോ ശ്രദ്ധയിൽ പെടുന്നതാ. പ്രിയങ്കനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രിയങ്ക അറിഞ്ഞിട്ടുമില്ല. അതേസമയം പ്രിയ പറയുന്ന കേട്ടിട്ട് ശരത്തേക്കും പ്രിയങ്ക എന്തൊക്കെയാ പറയുന്നത്? വരുണിനെ കൊണ്ട് താനിത് സമ്മതിപ്പിക്കണം. ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പില് അവരെ പിടിച്ചു നിർത്താൻ എന്നെ കൊണ്ട് പറ്റും. സത്യം പറ, തനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? പ്രിയ പറയും, ഉണ്ട്, ഒന്നും കാണാതല്ലോ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് പറയുന്നത് കേൾക്കുമ്പോ കൽപ്പന ഞെട്ടാണ്. ഇവിടെ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് എളുപ്പമല്ല. ഇവിടെ ഓരോരുത്തർക്ക് ഓരോ രീതിയാണ്. പതുക്കെ ഓരോരുത്തരുടെയും മനസ്സ് കീഴടക്കണം. അങ്ങനെ വരുണിനെ വലിഞ്ഞു മുറുക്കിയേ പറ്റൂ. കൽപ്പന ഇത് കേട്ട ഉടനെ അവിടുന്ന് പോവാണേ. ഇതേസമയം ശരത്ത് പറയും, പ്ലാനിങ് ഒക്കെ കൊള്ളാം, പക്ഷെ കാലങ്ങൾ കടന്നുപോയ സിനിമ ഇൻഡസ്ട്രിയിലേ താനുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇതേസമയം കൽപ്പന നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലണേ. മുത്തശ്ശി പിന്നാലെ ഉർവശിയും വരും. അങ്ങനെ കൽപ്പന പറയും, ഇവിടെ വന്നു കയറിയിരിക്കുന്നവളുടെ തനി സ്വഭാവം എന്താണെന്ന് മുത്തശ്ശിക്ക് അറിയണ്ടേ? അവളിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ എന്നോട് ദേഷ്യപ്പെട്ടല്ലോ. ഞാൻ മുത്തശ്ശിക്ക് ഇപ്പൊ കേൾപ്പിച്ചു തരാം അവൾ ഇങ്ങോട്ട് വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന്. മുത്തശ്ശിക്കും, നീ ആരുടെ കാര്യം ഈ പറയുന്നത്? കൽപ്പന പറയും, പ്രിയങ്കയുടെ. നിങ്ങളാരും പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഈ കുടുംബത്തിന്റെ അടിവേര് തോണ്ടാനാ അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മുത്തശ്ശേരും, നീ ഇല്ലാ കഥ പറയരുത്. ഇല്ല, കഥയൊന്നും അല്ല മുത്തശ്ശി എന്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞ് കൽപ്പന മുത്തശ്ശിയെ പിടിച്ചു വലിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോവായിരുന്നു. ഇതേസമയം പ്രിയങ്ക ഫോണിൽ സംസാരിക്കുന്നത്
എന്റെ അക്ഷരത്തെ ഇവിടുത്തെ ആഭരണപ്പെട്ടിയിലെ ഇരിക്കുന്ന ആഭരണങ്ങൾ മാത്രം എത്രയുണ്ടെന്നറിയോ? അപ്പൊ പിന്നെ ബാങ്കിൽ കിടക്കുന്ന പണത്തിന്റെ കാര്യം വല്ലതും പറയണോ? നിർബന്ധം പിടിച്ച് ഇപ്പൊ എന്തെങ്കിലും പറ്റിപ്പോ ഈ സ്വർണമാലയുടെ ഒരു അരികു പോലും എനിക്ക് കിട്ടില്ല. പക്ഷെ എല്ലാവരെയും പാട്ടിലാക്കി വരുണിനെ എന്റെ കാൽ കീഴിലാക്കി സിനിമാ നടിയാവാനുള്ള മോഹം മാത്രമല്ല, ഈ സിനിമ ഇൻഡസ്ട്രി തന്നെ ഞാൻ ഭരിക്കും. ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഇതേ സമയം കൽപ്പന അവരെ കൂട്ടി എത്തുന്നതേ ഉള്ളൂ, എത്തിയിട്ടില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദമായിട്ട് ശരത്തിനോട് പറയുമ്പോ ശരത്ത് പറയും, പ്രിയങ്ക താനൊന്നും നോക്കേണ്ട കാര്യമില്ല, ഒരാളോടും സെന്റിമെന്റ്സും കാണിക്കേണ്ട, നമുക്ക് ജയിക്കണം, നമുക്കെല്ലാം പിടിച്ചടക്കണം. പ്രിയങ്ക പറയും, ഞാൻ എല്ലാം പിടിച്ചടക്കിയിരിക്കും, ഈ കുടുംബം ഞാൻ പിടിച്ചടക്കിയിരിക്കും എന്നിങ്ങനെ പറയുന്ന സമയത്തായിരിക്കും മുത്തശ്ശിയെ കൂട്ടി കൽപ്പന വരുന്നത്. എന്നാ ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് തിരിയുമ്പോ അലമാരയിലെ കണ്ണടിയിലൂടെ പ്രിയ കാണാൻ. അങ്ങനെ പ്രിയ പെട്ടെന്നൊന്നും ഞെട്ടും. കൽപ്പനയുടെ മുഖം കാണുമ്പോ തന്നെ കൽപ്പന കൊണ്ടുവന്നതാണെന്ന് മനസ്സിലാവും. എന്നിട്ട് പ്രിയ ഇവരെ കാണാത്ത പോലെ നിൽക്കാം. പിടിച്ചടക്കുക എന്ന് പറഞ്ഞ സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും ഞാൻ പിടിച്ചടക്കുന്ന ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കേൾക്കുമ്പോ ശരത്ത് കിളിപോയ പോലെ നിൽക്കുക. പ്രിയ പറയും, നീന ഇത്രയും അന്തസ്സുള്ള തറവാട്ടിലേക്ക് വന്നു കയറിയത് എത്രയോ ജന്മത്തിന്റെ പുണ്യാ. ഈ സ്നേഹിച്ച് കൊല്ലാന്നൊക്കെ പറയില്ല, അതുപോലെയാ ഇവിടെ ഉള്ളവരുടെ തീരുമാനം. മുത്തശ്ശിക്ക് ഇതൊക്കെ കേൾക്കുമ്പോ സന്തോഷാവും. കൽപ്പന എന്തൊക്കെ എന്ന് പറഞ്ഞ ഉർവശിയെ നോക്കുമ്പോ ഉർവശിയും ആ ഞെട്ടലിൽ നിൽക്കുക. അങ്ങനെ പ്രിയ വീണ്ടും ഇവരെ കാണാത്ത പോലെ തന്നെ സംസാരിക്കുക. വരുണിന്റെ അച്ഛൻ, അമ്മ, ഏട്ടൻ അവരൊക്കെ സ്നേഹം കൊണ്ട് നമ്മളെ അങ്ങ് അതിശയിപ്പിക്കും. പിന്നെ നീന, വരുണിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട്, വരുണിന്റെ മുത്തശ്ശി. അതോടെ കേൾക്കുമ്പോ മുത്തശ്ശിക്ക് അങ്ങ് സന്തോഷം ഇരട്ടിയാവും. അവരെ കുറിച്ച് എന്താ പറയാ, ഒരു ദേവതയെ പോലെ. ഞാനും വരുണും സംസാരിച്ചപ്പോഴൊക്കെ വരുൺ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മുത്തശ്ശിയെ കുറിച്ചാ. അതൊക്കെ മുത്തശ്ശിയെ കണ്ട നിമിഷം വരുൺ പറഞ്ഞതൊന്നും കള്ളമല്ലെന്ന് എനിക്ക് ബോധ്യായി. സത്യം പറഞ്ഞ പൂജാ റൂമിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പോലും തോന്നാറില്ല എനിക്ക്. മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചാ മതി. അതിന് പകരമായിട്ട് ഉർവശി കൽപ്പന ചോദിക്കുമ്പോ എന്താ അത്? കൽപ്പന പറയും, മുത്തശ്ശിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിങ്ങനെ വല്ലാത്ത സന്തോഷാവുന്നുണ്ട്. അങ്ങനെ പ്രിയ സമയമൊക്കെ നോക്കിയിട്ട് പറയും, സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല, എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. ഏകദേശം കാര്യം എന്താണെന്ന് അവിടെ ശരത്തിന് മനസ്സിലായിട്ടുണ്ട്. ശരത്ത് ചിരിക്കുക. എന്നാ ശരി എന്ന് പറഞ്ഞ് പ്രിയ കോള് കട്ട് ചെയ്യും. എന്നിട്ട് തിരിയുമ്പോ പെട്ടെന്ന് അവരെ കാണുന്ന പോലെ കാണിക്കും. മുത്തശ്ശി എന്റെ ഫ്രണ്ടാ, ദുബായിലാ അവള്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോ ഞാനതൊക്കെ പറയുമായിരുന്നു. അല്ല മുത്തശ്ശി എന്താ വന്നത്? ഒന്നുമില്ല മോളെ, മോള് വെക്കോ എന്ന് പറയുമ്പോ പ്രിയ ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവും. കൽപ്പനയാണ് ഇപ്പൊ ആകപ്പെട്ടിരിക്കുന്നത്. കൽപ്പന, ഇതാണോ നീ പറഞ്ഞത്? ഈ കുടുംബത്തെ കുറിച്ച് എത്ര അഭിമാനത്തോടു കൂടിയാ ആ കുട്ടി പറഞ്ഞത്. ഇവിടെയുള്ള ഓരോരുത്തരെ കുറിച്ചും അവളുടെ അഭിപ്രായം എന്താണെന്ന് കേട്ടോ നീ? കൽപ്പന പറയും, മുത്തശ്ശി ഇതൊന്നും അല്ല അവള് പറഞ്ഞോണ്ടിരുന്നത്, ഇത് നമ്മളെ കണ്ടതുകൊണ്ട് കരുതി കൂട്ടി അവള് മാറ്റി പറഞ്ഞത്. മുത്തശ്ശിക്ക് ദേഷ്യം വരും. മിണ്ടി പോകരുത്, കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. ഈ വക കാര്യങ്ങൾ പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ. ഉർവശി, ഏത് കാര്യത്തിനും നീ ഇവൾക്ക് കൂട്ടു നിൽക്കുന്നത്. നീ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്ന് ഞാൻ പരമേശ്വരനോട് പറഞ്ഞാലുണ്ടല്ലോ, എല്ലാവരും ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും, കേട്ടല്ലോ. അവളെ വിമർശിക്കാൻ നടക്കല്ല വേണ്ടത്, അവൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കേ, എന്നിട്ട് അത് ജീവിതത്തിൽ പകർത്താൻ നോക്ക് എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടുന്ന് പോകും. കൽപ്പന പറയും, ചെറിയമ്മേ, അവള് നിസ്സാരക്കാരിയല്ല. കക്കാനും നിക്കാനും ഒക്കെയുള്ള തന്ത്രം അവൾക്കറിയാം. എത്രയും പെട്ടെന്ന് അവളെ പൂട്ടിയേ പറ്റൂ. ഉർവശി, അതെ, എനിക്കുള്ള വാണിംഗ് അമ്മ തന്നു കഴിഞ്ഞു. ഇവിടുന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കൽപ്പന എന്താന്ന് വെച്ചാ ചെയ്തോ എന്ന് പറഞ്ഞ് ഉർവശി പോവാ. കൽപ്പന പറയും, ചെയ്യും, ഒന്നും വിട്ടുകൊടുക്കില്ല ഞാൻ. ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാ എന്ന് പറഞ്ഞിങ്ങനെ ആ റൂമിൽ നിൽക്കുക. അപ്പോഴേക്കും എല്ലാരും പോയി കഴിയുമ്പോ പ്രിയ അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, ശരിക്കും പറഞ്ഞ കണിമംഗലത്ത് നമുക്ക് രണ്ടുപേർക്കും ഒരേ അവകാശമല്ലേ ചേച്ചി? പിന്നെ എന്തിനാ എന്നെ ചെറുതാക്കി കാണിക്കാൻ ഏട്ടത്തിക്ക് ഇത്രയ്ക്ക് നിർബന്ധം? എന്നോട് മത്സരിക്കാൻ ഇറങ്ങിയാൽ ഏട്ടത്തി കുറച്ച് ബുദ്ധിമുട്ടും. ഇതുവരെ കണ്ട പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട എന്ന് പറഞ്ഞ് പ്രിയ അവിടുന്ന് പോവാണേ. കൽപ്പന എപ്പോഴും ദേഷ്യത്തോടു കൂടി നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് രാത്രി തിരുമേനിയുടെ വീട്ടിലാണ്. അവിടെ രാധിക നല്ല ഉറക്കത്തിലാണ്. അപ്പോ യശോദാമ്മ അങ്ങോട്ട് വരിക. രാധികയുടെ ഉറക്കം കാണുമ്പോ മനസ്സിലേക്ക് ഓടി വരുന്നത് അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളാണ്. കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വരുണിന്റെ താലിക്ക് മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുത്തതും പിന്നെ മറ്റാരും അറിയാതെ താലിച്ചാൻ വരെ ഊരി മാറ്റിയതും അങ്ങനെ കള്ളത്തരം കാണിച്ചതൊക്കെ ആലോചിച്ച് സങ്കടത്തോടു കൂടി രാധികയുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് രാധികയുടെ മുടിയിൽ ഇങ്ങനെ പതിയെ തലോടും. ശേഷം ആ പുള്ളിയെ കൈയൊന്ന് പതിയെ എടുത്തു നോക്കുക. കൈ ഇങ്ങനെ നോക്കി തടവിയതിനു ശേഷം പറയും, ഉറക്കത്തിൽ പോലും എന്റെ മോള് കരയാ, ഉരുകി തീരുവാണ്. അർഹതപ്പെട്ടതെല്ലാം നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുമ്പോ അമ്മയും കൂടെ അതിന് കാവല് നിന്നു. പൊറുക്കാൻ വയ്യാത്ത തെറ്റാ ഞാൻ ചെയ്തത്. ഈ അമ്മയോട് പൊറുക്കണേ മോളെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നെറ്റിലൊരു ഉമ്മ കൊടുക്കും. പ്രായശ്ചിത്തം ചെയ്യാന്ന് വെച്ചാലും പറ്റില്ലല്ലോ കുട്ടി, പരിഹാരം ഇല്ലാത്ത കാര്യല്ലേ എല്ലാവരും കൂടെ ചെയ്യിച്ചത്. നിന്റെ ദുഃഖം ശാപായിട്ടാ അമ്മയുടെ തലയിൽ വീഴ. ലോകത്ത് ഒരമ്മയും മോളോട് ചെയ്യാത്ത ക്രൂരതയാ ഞാൻ നിന്നോട് കാണിച്ചത്. ഞാൻ പറയണായിരുന്നു അവരോട്, നിന്റെ തലയെ ഞാൻ സംരക്ഷിക്കണായിരുന്നു എന്ന് പറഞ്ഞ് സങ്കടം സഹിക്കാൻ വയ്യാണ്ട പൊട്ടിക്കരയും. രാധികയുടെ കാല് പിടിച്ച് അമ്മയ്ക്ക് മാപ്പ് താ മോളെ എന്ന് പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയുമ്പോ ശബ്ദം രാധിക കേൾക്കാതിരിക്കാൻ ബാപ്പുത്തുന്നുണ്ട്.
രാധികയാണെങ്കിൽ നല്ല മയക്കത്തിലാ. അങ്ങനെ പുതപ്പൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്ത് ഒന്നുകൂടെ തലോടി കൊടുത്തതിന് ശേഷം അമ്മ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴും മനസ്സിന്റെ ഉള്ളിലാകെ ആ കല്യാണ മണ്ഡപവും രാധികയുടെ എല്ലാവരും കൂടെ ചെയ്ത ക്രൂരതയും കെട്ടുതാലി വരെ അഴിച്ചെടുത്തതും പിന്നൊരു ദിവസം സിന്ദൂരം തൊട്ടപ്പോ അത് മുത്തശ്ശി വെള്ളം കൊണ്ട് മായ്ച്ചു കളഞ്ഞതും എല്ലാം കൂടെ ആലോചിച്ച് ആകെ തല കറങ്ങുന്ന പോലെ അങ്ങനെ അങ്ങ് തലകറങ്ങി വീഴുന്ന ശബ്ദം കേട്ട് എന്താ അത് എന്ന് വെച്ച് തിരുമേനി വരിക. തലകറങ്ങി വീഴുന്നത് കാണുമ്പോ അച്ഛനാകെ പേടിക്കും. യശോദേ എന്ന് വിളിക്കുന്നുണ്ട്, അതുപോലെ മോളേന്നു. അപ്പോഴേക്കും അമ്മേ എന്ന് വിളിച്ച് രാധിക ഓടി വരിക. ശബ്ദം കേട്ട് മുത്തശ്ശി ഓടി വരുന്നുണ്ട്. എന്താ യശോദേ എന്ന് പറഞ്ഞ് എല്ലാവരും യശോദാമ്മയെ ഇങ്ങനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോ കൂടാതെ ഈ ഭാഗത്തിന്റെ അടുത്ത നെക്സ്റ്റ് പ്രൊമോ കൂടെ വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് രാധിക ഇങ്ങനെ ക്ഷേത്രത്തിലോ മറ്റെവിടെയോ പോയി വരികയാണേ. ആകവിഷമത്തോടു കൂടി ഇങ്ങനെ നടന്നു വരുന്നത്. ഇതേ സമയം രാധിക വരുന്നത് വരുൺ കാണാണേ. വരുണിന്റെ കാറ് നേരെ രാധികയുടെ മുന്നിൽ നിൽക്കും. കാറിൽ നിറങ്ങുന്ന വരുണിനെ കാണുന്നതും രാധിക പേടിച്ചു പോവും. എന്നാൽ വരുൺ രാധികയെ കാണുമ്പോൾ നല്ല സന്തോഷത്തിലും. വരുൺ അടുത്തേക്ക് ചെല്ലാൻ നിൽക്കുമ്പോഴേക്കും രാധിക അവിടെ നിന്ന് ഓടുകയാണേ. രാധിക ഓടുമ്പോ പിന്നാലെ വരുണും ചെല്ലുന്നുണ്ട്. ഇതേ സമയം രാധിക ഓടി ചെല്ലുന്നത് മറ്റൊരു റോഡിലേക്കാണ്, ഒരു കാറിന്റെ മുന്നിലേക്ക്. അങ്ങനെ രാധിക ഒരു ഞെട്ടലോടെ അവിടെ നിൽക്കുമ്പോ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഗൗതം രാധിക ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോ ഇന്നത്തെ ഈ ഭാഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്